ഹായ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഊണുണ്ടാക്കാം. ഇറച്ചി മീനൊന്നും ഇല്ലാതെ ഒരു നാടൻ ഊണാണ്. ആദ്യം ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. എണ്ണ ചൂടാകുമ്പം ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടു. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു ചെറിയ പിടി തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക. കനം കുറച്ച് അരിഞ്ഞ തേങ്ങയായിരിക്കണം കേട്ടോ. ഈ ബീൻസും പയറും ഒക്കെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇതിനകത്തേക്ക് ഒരു വലിയ സവോള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ഇതുപോലെ ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 3-4 വറ്റൽമുളക് എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. ഈ വറ്റൽമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. ഇതിൻ്റെ ഒരു എരിവ് മതി. പിന്നെ നല്ലോണം വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ച ചുവയങ്ങ് മാറണം. ഇനി ഇതിൽ 1/4 കിലോ പയർ ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ ബീൻസും ഉണ്ടാക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കാതെ വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമുക്കിത് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. അടുത്തതായിട്ട് ഒരു തക്കാളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 3 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം മതി. പിന്നെ ഒരു 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പാനിലോട്ട് തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം. 2 പച്ചമുളകും ഇടാം. ഈ കറിക്ക് ഈ 2 പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകും കൂടുതൽ ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ തക്കാളി നല്ലോണം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മതി. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ ഇത് നല്ലോണം വെന്ത് ഉടഞ്ഞ് വരണം. ആ സമയത്ത് നമുക്കൊരു അരപ്പുണ്ടാക്കണം. ഇപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് 2 ചെറിയ പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒത്തിരി വേണ്ട. ഇതിനകത്തേക്ക് ഇതുപോലെ 2 ചെറിയ അല്ലി വെളുത്തുള്ളി ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 നുള്ള് ജീരകം, ചെറിയ ജീരകവും കൂടി ഇടാം. ജീരകം ഒത്തിരി ചേർക്കരുത്. ഈ ഇതുപോലെ ഒരു 2 നുള്ള് മാത്രം മതി. ചെറിയൊരു ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. അരയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരയ്ക്കണം. ഓക്കെ, ആ സമയത്ത് കൊണ്ട് നമ്മുടെ പയറ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇത് കുറച്ചും കൂടി വേണമെങ്കിൽ ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. ചിലർക്ക് മെഴുക്കുവരട്ടിയൊക്കെ നല്ലോണം മൊരിഞ്ഞിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം കൂടി ഇട്ട് ചെയ്താൽ മതി, വേവിച്ചാൽ മതി. ഞാനിതിപ്പോൾ ഈ ഒരു പരുവത്തിൽ എടുക്കുകയാണേ. അപ്പോൾ ഇത് റെഡിയായി. ഇത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും തക്കാളി ഇതുപോലെ നല്ലോണം വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിക്കാം. ഇത് ഒത്തിരി കുറുകിയിരിക്കുന്ന ഒരു കറിയല്ല കേട്ടോ. നമ്മൾ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു പരുവത്തിലുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 1-1.25 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് തിളയ്ക്കണ്ട, പക്ഷെ തേങ്ങയുടെയൊക്കെ പച്ച ചുവയെന്ന് മാറിയാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് അരപ്പ് റെഡിയാക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്തിനകത്ത് അങ്ങനെ തേങ്ങ കടിക്കരുത്, അല്ലെങ്കിൽ അതങ്ങനെ ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റരുത്. അതുപോലെ നല്ലോണം അരഞ്ഞു കിട്ടണം. അപ്പോൾ ഇത് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു തേങ്ങയുടെ പച്ചപ്പൊക്കെ മാറി. ഇനി ഇതിനകത്ത് ഒന്ന് താളിച്ചും കൂടി ചേർക്കണം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിടാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില, 1-2 വറ്റൽമുളക്. ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങ അരച്ച തക്കാളിക്കറി റെഡി. ശരിക്കും ചോറിന് നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ. പക്ഷെ ഒത്തിരി എരിവൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ എപ്പോഴും കുറച്ച് എരിവുള്ള ഏതെങ്കിലും ഒരു കറി വേണം. അപ്പോൾ മീനോ ചിക്കനോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോറിൻ്റെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതിനി മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം.
അപ്പോൾ 3 മുട്ട ഞാൻ പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വെക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല ഇതിനകത്തെ. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പോൾ ഒരു വലിയ സവോള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി ചെറുതായിട്ടൊന്ന് നിറം മാറി വരണം കേട്ടോ. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഈ സവോള ഇങ്ങനെ വഴറ്റി നിറം മാറി വരുന്നൊരു സമയമുണ്ടല്ലോ, അത് മാത്രമാണ് ഇതിനകത്ത് കുറച്ച് പണിയുള്ളത്. ബാക്കിയെല്ലാം എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അതെ ഇതുപോലെ ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണോളം മുളക് പൊടി. മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അത് എരിവ് എത്ര വേണം എന്നൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, കുറച്ച് മതി. 1/4 ടീസ്പൂൺ ഇട്ടു. ഇനി ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി. ഞാൻ പറഞ്ഞ പോലെ പൊടികളുടെ എല്ലാം അളവ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. ഇതിനകത്ത് മല്ലിപ്പൊടി കുറച്ച് മാത്രമേ ചേർക്കാവൂ, അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റി ഈ പൊടികളുടെ പച്ച ചുവ അങ്ങ് മാറി വരണം. കുറച്ച് കഴിയുമ്പോൾ ഇതിന് നല്ലൊരു ബ്രൗൺ കളർ വരുവേ. അപ്പോൾ പൊടികൾ ഇതുപോലെ മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു 1/4 കപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഈ സവോള ഒന്ന് വെന്ത് ഇതൊരു ഒന്ന് മസാല പോലെ ആയി വരണം, അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെള്ളം ഇത് തിളച്ച് ഒന്ന് കുറുകി വരും. ദാ ഇതുപോലെ ആയി വരും. കണ്ടോ, ഇപ്പോൾ ഒരു നല്ലൊരു മസാല പോലെ ആയിട്ടില്ലേ. കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റി വരട്ടെ. ഓക്കെ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കുറച്ചും കൂടെ നല്ലൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങി വെച്ച മുട്ടയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. മുട്ടയിലെ മസാല നന്നായിട്ട് കോട്ട് ചെയ്ത് വരണം കേട്ടോ. ചോറിന് കൂടെ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഉണ്ടാക്കിയ തക്കാളി കറിയും ഇതുപോലെ കുറച്ച് നല്ല എരിവുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മുട്ട റോസ്റ്റും ഒക്കെ ആണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഈ മുട്ട റോസ്റ്റ് നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പം ഇലയിൽ പൊതിഞ്ഞ് വെച്ച് കഴിക്കണം. അയ്യോ, പറയാൻ പറ്റില്ല കേട്ടോ, അത്ര നല്ല ടേസ്റ്റാണ്. ആ ഇലയുടെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ സൂപ്പറാണ്. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി നമുക്ക് ഊണ് വിളമ്പാം. കുറച്ച് അച്ചാറും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഗ്രേപ്സ് അച്ചാറാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം റെഡിയായി. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 1/2 മണിക്കൂർ എടുക്കത്തുള്ളൂ ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തക്കാളി ഒഴിച്ച് കറി, പയർ മെഴുക്ക് വരട്ടി, മുട്ട റോസ്റ്റ്. ശരിക്കും ആ മുട്ട റോസ്റ്റ് മാത്രം കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചോറുണ്ടാം, അത്ര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ റെസിപ്പികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.